ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലി സാം. ഇന്ന് നെസ്സിയുടെ വീട്ടിലെ കുറച്ച് വിരുന്ന് വിശേഷങ്ങളായിട്ടോ വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ച് അധികം തന്നെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. വയ്യായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് ജലദോഷവും ചുമക്കായിരുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് വീഡിയോസൊന്നും ഇല്ലേന്ന്. അപ്പോൾ പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നോമ്പിന് മുമ്പ് തന്നെ ഇട്ട് തീർക്കാമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ആ വീഡിയോ ഇട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ദിവസത്തെ, അതായത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ തന്നെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും നെസ്സിയുടെ വീട്ടിലെ വിരുന്നൊക്കെ കൂടെ ചേർന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ യാത്രയിൽ ഷബ ഇല്ല കേട്ടോ. ഷബ ഫ്രണ്ട്സിന്റെ കൂടെ പോവാ. ഷബ ആരാന്നൊക്കെ ചോദിക്കണ്ടേ, സഫ ആരാന്ന് വരെ ചോദിക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞതല്ലേ, ആരാ നീ ആരാ, താനാരാ. കമന്റ് ബോക്സിൽ ഫിൽ ചെയ്യുക. ഇതാണ് ഞങ്ങളെ എളാപ്പാന്റെ ഒരേ ഒരു മകള് ഷബ ഞങ്ങളുടെ കൂടെ ഒന്ന് വിരുന്നേനില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എന്തിനാ ഇപ്പോൾ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ, കഴിഞ്ഞ കമൻറ്റിലുണ്ടായിരുന്ന എളാപ്പാൻ്റെ മോളോട് ആ പഴയ സ്റ്റൈല് തട്ടടലൊക്കെ ഒന്ന് മാറ്റാൻ പറയുന്നു. ആ കമൻറ്റ് അവൾ മാനിച്ചുകൊണ്ട് സ്റ്റൈലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റാൻ പറയുമോ? ഇനി എനിക്കറിയില്ല അല്ലേ കാരണം. ഈ പോണാ ഷബമ്മേൻ്റെ കൂടെ. അപ്പൊ ഈ ഇല്ലല്ലോ വിരുന്നിന് പോയ പെണ്ണ നല്ല ഫുഡ് ഉണ്ടാവും. ഫ്രണ്ട്സിന്റെ കൂടെ പോയാൽ എന്താ കിട്ടുക? എവിടെ പോവാ എങ്ങോട്ടാണ് അവൻ പോണത്? ഫ്രണ്ട്സിന്റെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല കാമുകന്മാരെ കൂടെയാണ്. കണ്ടൊന്നും കണ്ടാ പോരാ. ഇല്ല വല്ല ഈ എങ്ങനെ കൂടി നിക്കടി അവിടെ നിക്കാന്. ഞാൻ നെസ്സിന്റെ വീട്ടിൽ നിൽക്കാൻ കേട്ടാ. പിന്നെ ആദ്യം എടുക്കാനത് എല്ലാവരും ഒന്നുമില്ല. ഞാൻ ഇപ്പം അമ്മ ആഷിക്ക് ഷെമി മെസ്സി അതുകൾക്കൊക്കെ വയ്യ. അവർക്കൊക്കെ അസുഖം കേട്ടോ. മുന്നേക്ക് ശ്വാസം മുട്ടല്, ബാക്കിയുള്ളവരൊക്കെ ടൂർ പോയി വന്നതിൻ്റെയൊക്കെ ക്ഷീണം കേടായിട്ട് ഇപ്പൊ ഇവിടെ വ്ളോഗിങ്ങിലാട്ടോ. ഇപ്പൊ ഇവിടെ തന്നെ ഷെഫാണ്. പണ്ടൊന്നും കാണിച്ചു ഇപ്പൊ ഷെഫാട്ടോ. അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കും. ഒരു ദിവസം എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെതാ നെസ്സിന്റെ ആങ്ങളമാരാണ്, കുഞ്ഞാങ്ങളമാര്. നമ്മൾ പുതിയെണ്ണതാ, പുതിയെണ്ണ സുന്ദരിക്കണല്ലേ. ഇങ്ങനെ എടുക്കട്ടെ. എല്ലാരും ഇരിക്കേ. ഉമ്മാനോടൊക്കെ വരാൻ പറയും, എല്ലാരും കൂടെ ഇരിക്കല്ലോ. അപ്പൊ ഒറ്റക്ക് മീനൊക്കെ ഉണ്ട്. എന്ത് ഇപ്പൊ എൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാ? മീന് ആണോ? സത്യോ? റോസ്റ്റിംഗ് ഉണ്ടാക്കിയതാ? ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയണല്ലോ. ഞാൻ വിചാരിച്ചൊക്കെ പുറത്തുനിന്നാണ്, മീൻ മാത്രമേ പുറത്തുനിന്നുള്ളൂ. മന്തി ആയിരുന്നോ സ്പെഷ്യല്? ആമാ ഇരുന്നോളി, അവരൊക്കെ വിളിക്കും. ഇപ്പ എല്ലാരും ഇരിക്കേ. മരുമോൻ സൽക്കാരാട്ടാ. മരുമോനക്ക് അമ്മോശനും അമ്മായിമ്മയും കൂടി ഉണ്ടാക്കിയ. മരുമോൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഫ്രണ്ടില്ലേ, അതെന്താ ആഘോഷല്ലേ? ഞങ്ങളും ഉണ്ട് കേട്ടോ. കുട്ടിക്ക് എന്താ വേണ്ടത്? മന്തി വേണം, ബിരിയാണി വേണം. ഷോൺ ബേബി ഉണ്ട് കേട്ടോ. ഷോൺ ബേബിൻ്റെ അമ്മ ഇല്ലെങ്കിലും ഇപ്പൊ എൻ്റെ ഏതാ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് മൊത്തം അതിനെ റോസ്റ്റ് അടിപൊളിയാട്ടാ. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ആഷിക്ക മീൻ എങ്ങനെയുണ്ട് ഒന്ന് ടേസ്റ്റ് നോക്ക്.
മീൻ പിന്നെ പുറത്തുനിന്നാണ്. ബിരിയാണി അടിപൊളിയാണ്, സൂപ്പർ. ഇനി മന്തി ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്ട്. മെസ്സി എവിടെ? ഷോൺ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അതപ്പോ അത് താഴൊക്കെ കളയുന്നുണ്ട്. ചിക്കൻ ടേസ്റ്റ് ഉണ്ടാ? ഇതെന്താ സംഭവം? ഇരുന്ന് എന്താക്കിയതാ? താളിക്ക് ഇരുന്ന് താളിപ്പ്. കൊള്ളാലോ. ഇത് കഴിയട്ടെ എന്തായാലും, എന്നിട്ട് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം. എരുന്ത് താളിപ്പാണ് അത്ര. എരുന്ത് അല്ലെങ്കിൽ കക്ക എന്ന് പറയും അല്ലേ? കക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ചെയ്യണോ? കുറച്ചിട്ടെ വേണ്ട, പാത്രം എന്താ? റോസ്റ്റ് ഉണ്ട്, ഫിഷ് കഴിച്ചിട്ടില്ലേ? ഫിഷ് കഴിച്ചാണ്. പാത്രത്തിൽ എല്ലാതും ഉണ്ട്. ഇതാ ഞാൻ ഫിഷ് കൂട്ടി. ഇതാ നീ നിർത്തിട്ടിരിക്കണം. നല്ല ടേസ്റ്റ്. ബിരിയാണിയും പൊളിയാ. നോ എന്ന് പറയാൻ തീരെ പാടില്ല. നോ 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 നോ. അറിയോ? നോ എന്ന് പറഞ്ഞപ്പോ സങ്കടം. മിഠായി എന്താണ്? ഒരു വായലെന്താ? ആ അണിച്ച ആ മിഠായിയാണ്. അല്ല അല്ല, എന്താണ് വായല്? തുറക്ക് അവര് എടുക്കട്ടെ, എക്സ്പ്രഷൻ എടുക്കട്ടെ. അവളെ ബാക്കിലേ അവളെ ഫ്രണ്ടിക്ക് ഇരിക്കും. പാവാണിന്റെ കുട്ടിനെ ഒഴിവാക്കി ചൂണ്ടിക്കാണിക്കണേ. ഒരു പേടിയില്ല അവർക്ക്. അമ്മ കുട്ടീനെ കയറ്റിയില്ല. ചൂണ്ടനൊക്കെ അതപ്പച്ചി പോയി. അപ്പച്ചി പോയി, ഷോണൂനായിട്ട് പോയി. അതൂന്ന് പോയി. അബൂന്നറിയണേ. നിക്കി കൊടുത്ത് നോക്ക, അപ്പൊ പോരും. പറ്റിയിട്ടില്ല.
പോയി പണി നോക്കുന്നു. കാത്തുക്കാണ് കേട്ടോ അവിടെ. ഉച്ചതാ നിങ്ങടെ പോണാ ഉപ്പച്ചിൻ്റെ അടുത്ത് പോണാ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, പെട്ടെന്ന് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്തിട്ടതാണ്. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലിപ്പൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, വോയിസ് ഓവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ ഇടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നെസ്സിൻ്റെ വീട്ടിലെ വിരുന്നുകൂടെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ നോമ്പിന് മുമ്പ് തന്നെ ഇട്ട് തീർക്കണ്ടേ, അതുകൊണ്ടാണ് ഇന്ന് ഇത്തരം ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നോമ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് 1-2 ടൂർ വീഡിയോ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് അതുമായിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.